ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ലൊരു ഫ്രൈഡ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്കൊരു 1/2 കിലോ ചിക്കൻ വേണം. കുറച്ച് ബ്രസ്റ്റോട് കൂടിയിട്ടുള്ള ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ 1/2 കിലോ ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വിനീഗർ ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും മതി. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു പൊടികൾ ചിക്കനിലേക്ക് എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പരിവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റൊന്നും ചെയ്യാൻ വെക്കണ്ട. ഇത് നമുക്ക് നേരെ ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ വെറും 3 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതിൽ ഒരുപാടൊന്നും എണ്ണ ഒഴിക്കുന്ന ആവശ്യമില്ല. അപ്പോൾ വെറും 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഫുൾ ചിക്കൻ ഇതിലിട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ആദ്യം ഹൈ ഫ്ലെയിമിലിടുക. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-12 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, അത് നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്കൊരു 1 കപ്പ് ചെറിയ ഉള്ളി, ഏകദേശം ഒരു 20 ചെറിയ ഉള്ളി ഉണ്ടാവും, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളി തന്നെ വേണം, വലിയ ഉള്ളി എടുക്കരുത്. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ഉള്ളി 1 കപ്പ് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പൊരിച്ച് സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ. അപ്പോൾ ഞാൻ ആകെ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഉള്ളി വാടുന്നതിനും അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു എണ്ണ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് ഉള്ളി നന്നായിട്ട് വാട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ആ ഒരു പൊടിയും മസാലയും എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അതിനുശേഷം 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം. അപ്പം ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതൊന്ന് മൂത്ത് വരുന്ന സമയം മാത്രം മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവയെല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ഉള്ളിയും ചിക്കനും കൂടി നല്ല രീതിയിൽ ഒന്ന് പെരണ്ട് വരട്ടെ. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നല്ല ചപ്പാത്തി, ദോശ, ഇടിയപ്പം, നല്ല വെള്ളയപ്പം, അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി പണിയൊന്നുമില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് കുറച്ചൊരു പിടി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുത്ത് മൂടി വെച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.